ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. അപ്പോൾ നമ്മളിതാ ഇക്കാൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലോട്ടേക്ക് കിടക്കട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ ഇച്ചു രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഫുൾ പുറത്താണ് റോട്ടുമ്പോൾ കൂടെ നടന്ന് കളിക്കാൻ കേട്ടോ ഇച്ചു. പനമരം പോകാമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് നേരമൊക്കെ അവിടെ പുറത്തിരുന്ന് കളിച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ ജസ്റ്റ് ഒന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇതാ പൗഡറിൻ്റെ ഡപ്പിയും അതുപോലെ തന്നെ കൊട്ടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആൾ ഫുൾ കളിയാണ് കേട്ടോ. അപ്പം പിന്നെ അതൊക്കെ മൈൻഡ് മാറിപ്പോയി. പിന്നെ അടുത്തടുത്ത വീട്ടിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അനുചേച്ചിയും കുട്ടികളൊക്കെ. അപ്പം പിന്നെ ഞാനും ഇച്ചും ബേബിയൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം വെയിലാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന ദിവസങ്ങളിലും അതിൻ്റെ തലേ ദിവസമൊക്കെ നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്ന പിറ്റേന്നൊക്കെ ആയിരുന്നു കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ചെടിച്ചട്ടി ഇതാ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നേരെ വെച്ചതാണ്. അപ്പോൾ ഇത് ചെറിയ റോസേൻ്റെ തൈയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരെ കയറി വരുന്ന അവിടെയെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഇവിടെ എല്ലാവർക്കും പേടി, എന്താ പാമ്പ് വരുമോന്നൊക്കെ. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ദൂരത്തിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇത് ഫുള്ളും ഉണങ്ങി പോകുന്നൊക്കെയെന്ന് വിചാരിച്ചത്. കാരണം ഇതിൻ്റെ വേരും അതുപോലെ തന്നെ തെയ്യൊക്കെ ഉള്ളത് ഫുള്ളും കല്ലിൻ്റെ അടിയിലാണ് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗം നന്നാക്കിയ സമയത്ത് ഞാൻ നട്ട് കഴിഞ്ഞതിന് ശേഷമായിരുന്നു കേട്ടോ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അതിൻ്റെ മുകളിലൊക്കെ കല്ല് വെച്ചു. അപ്പോൾ ഇതിന് നമുക്ക് തെയ്യം എടുക്കാനൊന്നും പറ്റൂല, കാരണം കല്ലിൻ്റെ മുകളിലാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ ഇത് ഇനിയിപ്പം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരേണ്ടി വരും കേട്ടോ. എൻ്റെ വീട്ടിലുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഇതാ കുറേ ചട്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനിയിപ്പം വെയിലൊക്കെ ആയതിനു ശേഷം വേണം അതൊക്കെ എടുത്തിട്ട് പിന്നെയും അങ്ങോട്ടേക്ക് തന്നെ വെക്കാൻ. പക്ഷേ സമ്മതിക്കില്ല എന്നറിയില്ല, ഉമ്മയും ഒക്കെ കേട്ടോ. അപ്പം ഞാൻ വന്നപ്പോൾ അതൊക്കെ മുറ്റത്താണുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ അടുത്ത വീട്ടിലെ അനുചേച്ചി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ മുണ്ടക്കൈയായിരുന്നു കേട്ടോ താമസിക്കുന്നത്, ചൂരമല. അപ്പോൾ അവരെ വീടൊക്കെ ഉരുളുപൊട്ടലിൽ ഇതായിട്ടുണ്ട്, വിള്ളലുകളൊക്കെ സംഭവിച്ചുകൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് അവർ നമ്മുടെ അപ്പുറത്തെ വീട്ടിലാണ് ഇപ്പം, അവരെ അനുചേച്ചിൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് ഇപ്പം താമസിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ചേച്ചി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും അതുപോലെ തന്നെ നല്ലോണം സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇച്ചും അതുപോലെ തന്നെ പാപ്പിയാണ് കേട്ടോ ചെറിയ കുട്ടീൻ്റെ പേര്, പാപ്പിയും അതുപോലെ തന്നെ മൂത്ത മോളൊക്കെ കൂടിയിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ വൈകുന്നേരം ആയ സമയത്ത് നമ്മൾ കോഴിക്കളയും വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പഞ്ചായത്തിന് കിട്ടിയിട്ടുള്ള കോഴിക്കളി കേട്ടോ. അപ്പോൾ 10 കോഴിക്കളുണ്ട്. അപ്പോൾ അതിന് ഒരു കോഴീനെ നായ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലുള്ള സമയത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഭയങ്കര നായ്ക്കളെ ശല്യമാണ്. കാരണം ആദ്യം ഈ ഒരു ഭാഗത്ത് ആൾതാമസമില്ലാത്ത സ്ഥലമായിരുന്നല്ലോ. പിന്നെ നമ്മൾ കൂടിയതിന് ശേഷമാണ് ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഫുള്ളും നായ്ക്കളും അതുപോലെ തന്നെ കോഴിക്കളൊന്നും അങ്ങനെ പുറത്ത് വിട്ടിട്ട് വളർത്താൻ പറ്റില്ല കേട്ടോ. പുറത്തൊരെണ്ണത്തിനും കണ്ടാൽ തന്നെ അവർ വേഗം പിടിക്കും. അപ്പം ഇപ്പം നമ്മൾ കുറച്ച് നേരമാണ് ഈ 6 മണി സമയം, 6 മണി ആ ഒരു ടൈം ആയപ്പോഴാണ് കേട്ടോ അവരെ വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാങ്ക് കൊടുത്ത പാടെ പിന്നെ അവരെ കയറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തിങ്ങനെ നിൽക്കണം, അല്ലേ പിന്നെ കോഴിക്കൾ അങ്ങോട്ടേയും പോയാലൊക്കെ ഭയങ്കര ഇടങ്ങാറാണ്. പിന്നെ ഇതാ മുതിര കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ മുതിരയും കൊണ്ട് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഉപ്പേരി അങ്ങനെ ഉണ്ടാക്കില്ല, കാരണം മുതിരയും കൊണ്ട് കറിയാണ് പൊതുവെ വെക്കൽ. പക്ഷേങ്കിൽ ഇപ്പം കെട്ടിച്ച വീട്ടിലെന്ന് വെച്ചാൽ ഇക്കാൻ്റെ വീട്ടിൽ ആർക്കും വലിയ താല്പര്യം ഇല്ലാത്തതാണ് മുതിരക്കറി കേട്ടോ. അങ്ങനെ ഇതാ ഇച്ചുവിന് രാവിലെ കുറച്ച് ചോറൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം കുറുവൻ്റെ അരി വെക്കുന്നതുകൊണ്ട് തന്നെ ഇച്ചുവിന് കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം വേവ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി അതിലേക്ക് നമ്മൾ കഴുകി മുതിരയൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുള്ളവർ പറയും കെട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശീലമൊക്കെ മാറുന്നു പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീട്ടിലൊക്കെ മുതിരയും കൊണ്ട് അധികം കറികളൊക്കെയാണ് കേട്ടോ. അപ്പം കെട്ടിച്ച വീട്ടിൽ വെച്ചാൽ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പം പിന്നെ ഉള്ളിയും അതുപോലെ തന്നെ മുതിരയൊക്കെ കൂടിയിട്ട് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതിപ്പം ഇവർക്കൊന്നും വലിയ കറിയൊന്നും ഇഷ്ടമില്ല, പക്ഷേങ്കിൽ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം എൻ്റെ ബ്രദറിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് മുതിരക്കറിയൊക്കെ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ വറുത്ത് പൊടിച്ച് പിന്നെ നമ്മൾ മുറം കൊണ്ട് ചേറിയതിന് ശേഷം പിന്നെ നല്ലോണം വേവിച്ചിട്ട് അരച്ചെടുക്കും. പിന്നെ തേങ്ങയൊക്കെ അരച്ചെടുത്ത് അതിലൊഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പക്ഷേ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത് എനിക്കറിയില്ല. അതുപോലെ തന്നെ മത്തൻ്റെ ചപ്പ് ഞങ്ങളൊക്കെ അരച്ചിട്ടാണ് കേട്ടോ വെക്കുക, മിക്സിയിലിട്ട് അരച്ചിട്ടാണ് വെക്കുക. പക്ഷേങ്കിൽ അതും ഇവർക്ക് വലിയ താല്പര്യമില്ല. ഇക്കക്ക് ഒന്നും വലിയ കുഴപ്പമില്ല. പക്ഷേങ്കിൽ മുതിരക്കറിയൊക്കെ വെച്ചാണെങ്കിൽ നമ്മളെ കളിയാക്കാൻ തുടങ്ങും കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് റൂമിലേക്ക് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അത് അടുപ്പത്തൊക്കെ വെച്ചപ്പോഴത്തേക്ക് നമ്മളെ ബേബിയൊക്കെ എണീറ്റിട്ട് ബിച്ചുത എൻ്റെ അടുത്തൊക്കെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ.
ഇനിയിപ്പം രാത്രി ഇക്കാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ മുതിര ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഇത് ഷോപ്പിലേക്ക് വാങ്ങിയിട്ടുള്ളൊരു ലൈറ്റ് ആയിരുന്നു, അവർക്ക് ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, ലൈറ്റും അല്ല സ്പീക്കറും ഉണ്ട് കേട്ടോ. പാട്ട് വിത്ത് സോങ് വിത്ത് ലൈറ്റാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിൽ സോങ്സ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ അത് കൊടുക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു റൗണ്ടിൽ ഇങ്ങനെ വയറാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാത്തവർ വിസിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മഗ്‌രിബ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂമിൽ എസൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. ആ ടൈമിൽ എൻ്റെ മോയിച്ചു അടുക്കളയിൽ വന്നിട്ടുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ പച്ചക്കറി കൊട്ടകളും എല്ലാം എടുത്തിട്ടുണ്ട്. ആൾക്ക് ഫുള്ളും കളിയിലാണ്. എനിക്ക് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേങ്കിൽ അതൊന്നും വേണ്ട. പിന്നെ രാത്രിയൊക്കെ വന്നപ്പം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റോബോട്ടിൻ്റെ മോഡലുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. നമ്മളിങ്ങനെ കോഴിക്കോട് നക്ഷത്ര ബംഗ്ലാവിലൊക്കെ പോകുമ്പം ഉള്ള ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ അത് അധികം നേരം നീളം നിന്നിട്ടില്ല കേട്ടോ. കാരണം അവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇച്ചുവിന് അത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ആക്ക് കൊടുത്താൽ പിന്നെ അത് ബാക്കി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പിന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിങ്സ് കേട്ടോ. നമ്മൾ കറക്റ്റ് ആ ഒരു നക്ഷത്ര ബംഗ്ലാവിൽ പോയ ആ ഒരു വൈബ് തന്നെയാണ് കേട്ടോ. പിന്നെ രാത്രി ഒക്കെ വന്നപ്പം അയില കൊണ്ടുവന്നിട്ട്, അപ്പോൾ അയില വാങ്ങാൻ പറഞ്ഞിട്ടിരുന്നു. അപ്പോൾ അയിലക്കറി കൂട്ടാൻ ഭയങ്കര ഒരു പൂതി കേട്ടോ. വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ ചിക്കനൊക്കെ അല്ലായിരുന്നു. അപ്പം പിന്നെ തലേ ദിവസം ചിക്കനൊക്കെ ആയിരുന്നു. അപ്പം ചിക്കൻ കഴിച്ച് മടുത്തപ്പം ഞാൻ പറഞ്ഞു മീൻ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അയില വാങ്ങി. അപ്പോൾ അയില വാങ്ങിയപ്പോൾ വേഗം കറി വെക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പം എത്തിയപ്പം തന്നെ 9:45 ആയിട്ടുണ്ടായിരുന്നു. രാത്രി നല്ലോണം ലേറ്റ് ആവും കേട്ടോ ആളെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ആ തിളച്ച കറിയിലേക്ക് ഈ മീൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. കറി ഞാൻ വരുമ്പോഴത്തേക്ക് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് തക്കാളിയൊക്കെ മുറിച്ച് കറിയൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്ക് ചിലപ്പം നമ്മുടെ ചെറിയ ഭാവിയും കൂടെ ഉള്ളതുകൊണ്ട് ആൾ ഫുൾ കരച്ചിലൊക്കെ ആയിരിക്കും. പിന്നെ ഇച്ചുവിൻ്റെ കരച്ചിലുണ്ടാവും ഒരു ഭാഗത്ത്, മോളെ കരച്ചിലുണ്ടാവും. അപ്പം നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ആയിരിക്കും, നമുക്കൊന്നിനും ഒന്നും ആവില്ല. അപ്പം ഒരു നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത്, കരയാണ്ട് നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ജോലികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം രണ്ടുപേരും നല്ല മൂഡിലായ സമയത്ത് തന്നെ ഞാൻ വേഗം അടുക്കളയിൽ വന്നിട്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ കൊണ്ടുവന്നതിന് ശേഷം വേഗം അതിന് വൃത്തിയാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബക്കറ്റ് വെച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ കുറേ വേസ്റ്റും കാര്യങ്ങൾ നമ്മൾക്ക് കോഴിക്ക് കൊടുക്കാമല്ലോ. അപ്പം കോഴികളുള്ളതുകൊണ്ട് തന്നെ വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലിടും. അതുപോലെ തന്നെ വെള്ളം ചെടിക്കൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പച്ചക്കറിക്കൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതാക്കുകയാണ് കേട്ടോ ഇവിടെ ചെയ്യൽ. അപ്പോൾ അതും കൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു പാത്രത്തിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ചിലപ്പം ബക്കറ്റിലേക്ക് ഇടും കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് കോഴിക്ക് കൊടുക്കലുണ്ട്. പിന്നെ ഞാനത് മുറിക്കുകയാണ് കേട്ടോ. അപ്പം കത്രിക്ക് തീരെ മൂർച്ചയില്ലാത്തതുകൊണ്ട് അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മുറിക്കുന്നത്. കനോ പറയുന്നുണ്ടായിരുന്നു കത്തിക്ക് തീരെ മുറിച്ചില്ല. അപ്പം പുറത്ത് പോയി കല്ലുമിലൊക്കെ ഇട്ട് വെച്ചാൽ മതി. പക്ഷേങ്കിൽ ഈ ഒരു ടൈമിൽ രാത്രിന് പുറത്തിറങ്ങണ്ടേ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ മീൻകറി ഒക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം മീൻ അതിലേക്ക് ഇട്ടാൽ അപ്പോൾ ഇക്കതാ അതോടെ അതിലേക്ക് ഇടാം. പക്ഷെ നമ്മൾ എത്ര കഴുകിയാലും ജസ്റ്റ് ഒരു അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം ഇതാകുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഓരോന്നും കൈയും കൊണ്ട് തന്നെ എടുത്തിട്ട് ചട്ടിയിലോട്ടേക്ക് ഇടുകയാണ്. അപ്പം അയലക്കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പിറ്റേ ദിവസം പുട്ടൊക്കെ ഉണ്ടാകാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ പുട്ടും പൊടിക്ക് പകരം അവിടെ ഉണ്ടായിരുന്നത് പത്തിരിപ്പൊടി ആയിരുന്നു കേട്ടോ. അപ്പം എൻ്റെ കൂടെ പുട്ടും പൊടി ഉണ്ടായിരുന്നതെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പത്തിരിപ്പൊടി ആയിരുന്നു. അങ്ങനെ പിന്നെ പ്ലാനൊക്കെ മാറി കേട്ടോ. അങ്ങനെ നമ്മളെ മീൻകറിയും സെറ്റായിട്ടുണ്ട്. അപ്പം ജസ്റ്റ് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും. പിന്നെ അത് കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഉമ്മയൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും കുറച്ചൊരു കുറുവരീൻ്റെ മാതിരിയാണ്. അപ്പം പിന്നെ മുതിര ഉപ്പേരിയും അതുപോലെ തന്നെ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മമ്പയറിൻ്റെ കറിയൊക്കെ ആയിരുന്നു. പിന്നെ ചമ്മന്തിയും ഉണ്ട്. പിന്നെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മളതൊന്നും പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് സിമ്പിളായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നേരെ ടേബിളിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പം ടിവിയും കാര്യങ്ങളൊക്കെ ഓണാക്കിയിരുന്നു. പിന്നെ ഇച്ചു നേരത്തെ കാലത്ത് തന്നെ ടേബിളിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ആള് നിലത്തൊന്നും ഇരിക്കൂല, കാരണം ടേബിളിൻ്റെ മുകളിൽ ഇരുന്നാലാണ് വെള്ളം ഫുള്ളും ടേബിളിൽ ഒഴിക്കാനും അതുപോലെ തന്നെ ഗ്ലാസ്സുകൾ എടുത്ത് നിരത്താനൊക്കെ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ആൾ ഫുള്ളും ആ ഒരു ടൈമിൽ അവിടെ തന്നെ ഇരിക്കും. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടോ. അപ്പോൾ രാത്രി കഴുകുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് നമ്മൾ പാത്രങ്ങളൊക്കെ. കാരണം രാവിലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. മാത്രമല്ല നമ്മളെപ്പോഴും അടുക്കള നീറ്റ് ആൻഡ് ക്ലീനിൽ വെക്കണം കേട്ടോ.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്താ സംഭവിക്കുന്നത് ഇപ്പം നമുക്ക് തന്നെ സുഖമില്ലാണ്ടാവുക എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റ് കയറി വരിക എന്നൊക്കെ ഗസ്റ്റൊക്കെ കയറി വന്നാൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ് അവർ നമ്മുടെ ഈ അടുക്കള വൃത്തികേടായിട്ട് കിടക്കുന്നത്. അപ്പോൾ എനിക്കതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം ചട്ടിയും പാത്രങ്ങളൊക്കെ എടുത്ത് കഴിക്കുകയാണ്. എന്നാൽ പിന്നെ രാവിലെ എണീറ്റ് വരുമ്പം തന്നെ പണിയെടുക്കാനും ഒരു ഉഷാറായിരിക്കും, നല്ലൊരു മൂഡ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഓരോന്നും എടുത്തിട്ട് വേഗം കഴുകി വെക്കുന്നുണ്ട്. അപ്പം കുട്ടികളുണ്ടാളും അവിടെ ഉണ്ട് കേട്ടോ, ഹാളിൽ ഉറങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്താണ് കേട്ടോ അവരും കിടക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുക്കതാ അയക്കും ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. ടേബിളിലുള്ളതൊക്കെ, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇച്ചു ടേബിളിൽ കയറിയ പിന്നെ ഗ്ലാസ്സുമ്മലൊക്കെ ആയിരിക്കും ഫുള്ളും കളി. അപ്പം ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നിരത്തിയിട്ടുണ്ടാവും. ടേബിൾ വൃത്തിയാക്കാനും അത്യാവശ്യം ഉണ്ടാകും കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാൻ കോഴിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. വെറും ചോറിൻ്റെതല്ല, ഇച്ചുവിനുണ്ടാക്കിയിരുന്ന ചോറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നാളത്തേക്ക് അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ അത് ഇനി നേരെ കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ അടുക്കളയൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പിറ്റേ ദിവസത്തേക്കുള്ള വൻപയർ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചത് മുളപ്പിച്ചത് ഏക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ രാത്രി ഇച്ചുവിൻ്റെ സൈക്കിളും കാര്യങ്ങളൊക്കെ മറിച്ചിടും. പിന്നെ ആളിതാ ബെഡിൽ വന്നിട്ടുണ്ട്. അപ്പം മൂടൊന്ന് റെഡിയാക്കാൻ ഒരു മിഠായിയൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആളപ്പം നല്ല മൂഡിലൊന്നും അല്ലായിരുന്നു, കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ എല്ലാ മക്കളും ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുട്ടികൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇനിയിപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ചിലപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പം അടുത്ത സാധനങ്ങൾ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മളെ ഷെൽഫിൽ നിന്നാണെങ്കിലും ഒക്കെ എടുത്തു കൊടുക്കേണ്ടി വരും കേട്ടോ. കുപ്പിയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കേണ്ടി വരും. അപ്പം ജസ്റ്റ് 3-ാം വയസ്സിൽ മൂച്ചിപ്പിരാന്ത് എന്ന് പറയുന്ന പോലെ തന്നെ കുറച്ചൊരു വികൃതം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.